ഇന്ന് പരിസ്ഥിതി ദിനമാണ്. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് വന്ന് മരം നടുവാണ്ടൊക്കെ ഇടയായിട്ട് തീരുന്നതിൽ പ്രത്യേകമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും പൊതുലും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ മനുഷ്യന് കാര്യവിചാരകത്വം മാത്രമാണുള്ളത്. ഈ ഭൂമിയിൽ ഞാൻ കാണുന്നതായിട്ടുള്ള മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഭൂമിയും സൂര്യനും മഴയും കാറ്റും എല്ലാം തന്നെ അടങ്ങുന്ന പരിസ്ഥിതി വളരെ സമ്യക്കായി ഒരുമിച്ച് ജീവിക്കേണ്ടതായുള്ള ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഒരു മരം നടുന്നതായിട്ട് അവസരത്തിൽ അതിൻ്റെ വേരുകൾ മണ്ണിലേക്കും അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്കും ഉയർന്നു വരുന്നതായിട്ടുള്ള സാഹചര്യമാണ്. ഓരോ മരവും മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നൽകുന്നു. നാം പുറത്തേക്ക് വിടുന്നതായുള്ള കാർബൺ ഡയോക്സൈഡ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യന് ആവശ്യമായുള്ള തണൽ നൽകുന്നു. പക്ഷികൾക്ക് ആവാസ കേന്ദ്രം ഒരുക്കുന്നു. പക്ഷികളും മരങ്ങളും എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്ത് തണുപ്പ് അനുഭവിക്കുന്നതിനായിട്ടും ജീവിക്കുന്നതിനായിട്ടും ജലത്തിൻ്റെ ദൗർലഭ്യമൊക്കെ മാറ്റുന്നതിനായിട്ടുമൊക്കെ സാധ്യമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. പമ്പാ നദിയുടെ തീരത്ത് പാർക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും നദിയും അതിൻ്റെ ശാഖകളും ഓടകളും എല്ലാം വൃത്തിയാക്കേണ്ടതായുള്ള ആവശ്യകത നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജലം നന്നായിട്ട് ഒഴുകി സമുദ്രത്തിലേക്ക് പോകുവാനായിട്ട് സാധ്യമായിട്ട് തീരുമ്പോൾ ജനവാസവും വളരെയധികം സുഗമമായിട്ട് തീരും. എന്നാൽ അതിന് തടസ്സമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും ജലം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായിട്ട് തീരുന്നതുമെല്ലാം തന്നെ മനുഷ്യനെയും പ്രപഞ്ചത്തെയും കൂടുതൽ ദുർഘടത്തിൽ കൊണ്ടെത്തിക്കുന്നതായിട്ട് വസ്തുതയായിട്ട് മാറുകയത്ര ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട് ജീവിക്കേണ്ട ആവശ്യകത ഓർക്കുന്നതായുള്ളൊരു ദിവസം കൂടിയാണിത്. എല്ലാവർക്കും ഒത്തൊരുമിച്ച് ജീവിക്കാനിടയായിത്തീരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും എല്ലാവർക്കുമുള്ള ഇടം ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായിട്ട് തീരുകയും അങ്ങനെ സന്തോഷകരമായ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരണം എന്നുള്ള ആഗ്രഹത്തോടും ആശംസയോടും കൂടി ഈ ദിവസത്തിൻ്റെ ആശംസകളെല്ലാവരെയും അറിയിക്കുകയും നാം ഒത്തൊരുമിച്ച് ഈ ചെടി ഇവിടെ ഇപ്പോൾ നടുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.